ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചാണ്, അഥവാ ഹാരപ്പൻ സിവിലൈസേഷൻ. ഈ സിവിലൈസേഷൻ നിലനിന്നിരുന്നത് പ്രോട്ടോ ഹിസ്റ്റോറിക്കൽ പീരീഡിലായിരുന്നു. ഏകദേശം 2500 BCE തൊട്ടിട്ട് 1750 BCE വരെയായിരുന്നു ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ കാലഘട്ടം. ഇത് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സിവിലൈസേഷനാണ്. ഇപ്പോഴത്തെ പാകിസ്ഥാൻ, നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ ആ ഭാഗം ലൊക്കേറ്റ് ചെയ്തിട്ടാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ നിലനിന്നിരുന്നത്. 1921 ആദ്യമായിട്ട് ഹാരപ്പ ഡിസ്കവർ ചെയ്യുന്നത്. ദയാറാം സാഹ്നിയായിരുന്നു ഹാരപ്പ ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത വർഷം, അതായത് 1922 മോഹൻജാദാരോനെ RD ബാനർജി ഡിസ്കവർ ചെയ്തു. ഈ മോഹൻജാദാരോയും ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഒരു ഭാഗമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങളൊക്കെ നടത്തിയത് സർ ജോൺ മാർഷൽ ആയിരുന്നു. ഞാനിപ്പോൾ സ്ക്രീനിൽ കുറച്ച് സൈറ്റ്സും പ്ലേസസും കൊടുത്തിട്ടുണ്ട്. ഇത് ഇൻഡസ് വാലി സിവിലൈസേഷനിലെ സൈറ്റ്സും അതിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയുമാണെന്നാണ്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു വിടണം. അതിൽ മെയിനായിട്ടുള്ള കുറച്ച് സൈറ്റ്സിന് ഞാൻ പറഞ്ഞുതരാം. ഹാരപ്പ പാകിസ്ഥാൻ, മോഹൻജാദാരോ പാകിസ്ഥാൻ, ലോത്താൽ ഗുജറാത്ത്, കാലിബംഗൻ രാജസ്ഥാൻ, രാഖി ഗർഹി ഹരിയാന, കുനൽ ഹരിയാന, ധോലാവീര ഗുജറാത്ത്. ഈ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ടൗൺ പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അത് എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സിറ്റീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ റോഡ്സൊക്കെ ക്രോസ്ഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ആയിരുന്നു, അഥവാ ഗ്രിഡ് സിസ്റ്റം വഴിയായിരുന്നു നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ വീടുകളൊക്കെ ആണെങ്കിൽ ഇഷ്ടികകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അവർക്കൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം തന്നെ ഉണ്ടായിരുന്നു. സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കോട്ടയും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലോവർ ടൗണും അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. പബ്ലിക് ബിൽഡിങ്സ് ഉണ്ടായിരുന്നു, ഗ്രെയിനറീസ് ഉണ്ടായിരുന്നു. ഗ്രെയിനറീസ് പറഞ്ഞു വെച്ചാൽ അവർ കൃഷി ചെയ്ത് കൊണ്ടുവരുന്ന ഗ്രെയിൻസൊക്കെ സൂക്ഷിച്ച് വയ്ക്കാനുള്ള ഒരു സ്ഥലം. നമുക്ക് വേണമെങ്കിൽ പത്തായപ്പുര എന്നൊക്കെ പറയാം. ഇനി നെക്സ്റ്റ് ഹെഡിങ് വരുന്നത് എക്കോണമിയാണ്. എക്കോണമി എന്ന് പറയുമ്പോൾ അവരുടെ സമ്പദ് വ്യവസ്ഥ, അഥവാ അവർ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ലിവ്ലിഹുഡിന് വേണ്ടിയിട്ട് അവർ എന്തൊക്കെ ജോലികളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അവർ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അഗ്രികൾച്ചർ ആയിരുന്നു. വീറ്റും ബാർലിയും ആയിരുന്നു അവരുടെ മേജർ ക്രോപ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ അവർ ട്രേഡ് നടത്തിയിട്ടുണ്ടായിരുന്നു മെസോപ്പൊട്ടാമിയുമായിട്ട്. ഇവർ യൂസ് ചെയ്ത് കൊണ്ടുവന്നിരുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള വെയ്റ്റ്സും മെഷേഴ്സും ആയിരുന്നു. ഇവർ ഹാൻഡിക്രാഫ്റ്റ്സ് അഥവാ കരകൗശല വസ്തുക്കളും പോട്ടറി ആൻഡ് ബീഡ് മേക്കിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഹെഡിങ് എന്ന് വരുന്നത് റിലീജിയൻ. ഇതിലിപ്പോൾ ഈ ഹെഡിങ്ങിൽ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഇവർ ആരെയൊക്കെയായിരുന്നു ആരാധിച്ചു കൊണ്ടുവന്നിരുന്നത്, ഏത് ദേവതകളെയായിരുന്നു ആരാധിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ്. ഇവർ മദർ ഗോഡസിനെ ആരാധിച്ചിരുന്നു. പിന്നെ പശുപതി അഥവാ ശിവൻ്റെ ഒരു അവതാരമാണ് പശുപതി. സാക്രഡ് അനിമൽസ് ആയിട്ടുള്ള ബുൾ, യൂണിക്കോണിനെ ഇവർ ആരാധിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇവർ മരങ്ങളെയും ആരാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് അവർ ആരാധിച്ചു കൊണ്ടുവന്നിരുന്ന ഒരു മരമായിരുന്നു അരയാൽ. നെക്സ്റ്റ് ഹെഡിങ് സ്ക്രിപ്റ്റ്സ് ആണ്. ഹാരപ്പയിൽ നിന്ന് കിട്ടിയ സ്ക്രിപ്റ്റ്സ് ഒന്നും നമുക്ക് ഇപ്പോഴും ഡീകോഡ് ചെയ്ത് വായിക്കാൻ സാധിച്ചിട്ടില്ല. ഇവർ എഴുതി വന്നിരുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് എന്ന രീതിയിലായിരുന്നു. ഈ സ്ക്രിപ്റ്റ്സ് ഒക്കെ മെയിനായിട്ട് അവർ കണ്ടു കിട്ടിയിട്ടുണ്ടായിരുന്നത് സീൽസിലും പോട്ടറീസിലൊക്കെ ആയിരുന്നു. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആർട്ടിഫാക്ട്സ്, അഥവാ അവിടെ നമുക്ക് കിട്ടിയ പുരാതന വസ്തുക്കൾ ഏതൊക്കെയാണ്. ഒരു ഡാൻസിങ് ഗേളിൻ്റെ വെങ്കലത്തിൽ നിർമ്മിച്ചിരുന്ന ഒരു പ്രതിമ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മോഹൻജാദാരോയിൽ നിന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു പ്രീസ്റ്റ് കിങ്ങിൻ്റെ സ്റ്റാച്യു കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും മോഹൻജാദാരോയിൽ നിന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അനിമൽസിൻ്റെ ചിത്രങ്ങളുള്ള സീൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ടോയ്സ്, അഥവാ ഈ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ടോയ്സ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സിവിലൈസേഷൻ്റെ ഡിക്ലൈനിന് കാരണമാണെന്ന് നമ്മൾ വിശ്വസിച്ച് വരുന്ന കുറച്ച് പോസിബിൾ ആയിട്ടുള്ള റീസൺസ് ആണ്. ഒന്ന് വെള്ളപ്പൊക്കമാണ്, പിന്നെ ക്ലൈമറ്റ് ചേഞ്ച്, റിവർ കോഴ്സിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, എർത്ത് അഥവാ ഭൂമികുലുക്കം, ഡിക്ലൈൻ ഇൻ ട്രേഡ് കച്ചവടത്തിൽ ഉണ്ടാവുന്ന തകർച്ച.
ഇതൊക്കെയാണ് ഈ സിവിലൈസേഷൻ ഇല്ലാതാവാൻ ഉള്ള പോസിബിൾ റീസൺസ് ആയിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇനി അടുത്തത് സം പോയിന്റ്സ് ടു നോട്ട് പറഞ്ഞിട്ട് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത് കുറച്ച് സൈറ്റ്സും അതിൻ്റെ ഫീച്ചേഴ്സും ആണ്. ഹാരപ്പ ഗ്രെയിനറി പറഞ്ഞാൽ ഹാരപ്പയിൽ പത്തായപ്പുരകൾ വെച്ചിട്ടാണ് ഹാരപ്പ അറിയപ്പെടുന്നത്. മെയിനായിട്ട് ഹാരപ്പയുടെ മെയിൻ ഫീച്ചറാണ് ഗ്രെയിനറി. മോഹൻജാദാരോയിലാണ് ഗ്രേറ്റ് ബാത്ത് സ്ഥിതി ചെയ്യുന്നത്. രാഖി ഗർഹയാണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഹാരപ്പൻ സൈറ്റ്. ലോത്താലിൽ ഡോക്കിയാർഡാണ് ഫേമസ്. ധോലാവീരയിൽ വാട്ടർ മാനേജ്മെൻറ്റിലാണ് ഫേമസ് ആയിരിക്കുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷനിലെ മെയിൻ പോയിന്റ്സ്. നമ്മൾ ചെറിയ ചെറിയ നോട്ട്സ് ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് ക്ലാസ്സസ് എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.